അതായത് ഇന്ന് നവകേരള സദസ്സ് ജില്ലയിൽ സമാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ വർണ്ണാഭമായ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർ മനഃപൂർവ്വം സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ ഇതുണ്ടായതെന്നാണ്? സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രകോപനം പോലും ഇന്ന് ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ കർശന നിർദ്ദേശം കൊടുത്തിരുന്നു, ഒരിക്കലും പ്രകോപനം ഉണ്ടാക്കരുത്, കഴിയുന്ന ശാന്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. പക്ഷേ പോലീസ് മനഃപൂർവ്വം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ഒരു ഗുണ്ടാ പ്രവൃത്തിയാണ് ചെയ്തത്. കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ വെറും ഗുണ്ടകളായിട്ട് മാറിയിരിക്കുകയാണ്. ജനപ്രതിനിധികളെ പോലും വിലയില്ലാത്തൊരു സംസ്കാരത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. അതിൻ്റെ ദുരന്തമാണെന്നുണ്ടായിട്ട് ക്യാബിനറ്റ് റാങ്കിലുള്ളവരെ പോലും ഈ പോലീസിന്റെ നടപടി നേരെ ബാധിച്ചു. ഏറ്റവും മര്യാദയില്ലാത്ത പ്രവൃത്തിയല്ലേ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടിയർ ഗ്യാസ് പൊട്ടിക്കുന്നത്, വെള്ളം ചീറ്റുന്നത്. അവിടെ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ നിൽക്കുകയാണ് ആ യോഗത്തിന്. ആ സമയത്താണ് ഇത്രയും പത്രക്കാർക്ക് തന്നെ കിട്ടിയല്ലോ, എത്ര പേർക്ക് ഇന്ന് കിട്ടി? ഇതിൻ്റെ ആവശ്യം എന്താ? ഇത് തീർച്ചയായിട്ടും പോലീസിനെ കൊണ്ട് ഞങ്ങളെ കായികമായിട്ട് ആക്രമിക്കുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടത്തിയത്. ഇനിയിപ്പോൾ അടിക്ക് തിരിച്ചടി വീണ്ടും ഉണ്ടാവും. അല്ല, ഇനിയിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഞാൻ പറഞ്ഞല്ലോ, ഗാന്ധിയൻ മാർഗത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടുകൂടെ? അത് നഷ്ടപ്പെടുത്തി ഈ ഗുണ്ടാ മുഖ്യമന്ത്രി. അതായത് അടിക്ക് തിരിച്ചടി തീർച്ചയായിട്ടും. അല്ലാതെ ഇനിയിപ്പോൾ ഗാന്ധി മാർഗത്തിലൊന്നുമല്ല, ഇന്ന് ചെയ്ത ശുദ്ധ തോന്നിവാസമാണ്. അല്ല, ഇന്നിപ്പോൾ താങ്കൾ പറഞ്ഞത് അടിക്ക് തിരിച്ചടി എന്ന് പറയുമ്പോൾ ഇനി സമാപനം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകും? സമാപനത്തിനൊന്നുമല്ല, ഞങ്ങളുടെ പ്രവർത്തകരെ ഇങ്ങോട്ട് അടിക്കാൻ വരുമ്പോൾ അങ്ങോട്ട് തിരിച്ച് പ്രതികരണം ഉണ്ടാകും.